ഒരു മണ്ടൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആൾക്കാർ എന്തുകൊണ്ട് കഥകളി കളിച്ചുകൊണ്ട് അവരുടെ ജോലിയിലേക്ക് പോകുന്നില്ല എന്നാണ്. ഇപ്പോൾ ഗോപികൃഷ്ണൻ, ബഹുമാന്യനായ ഗോപികൃഷ്ണനോട് താങ്കളുടെ ചാനലിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊരു കഥകളി കളിച്ച് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഒരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഗോപികൃഷ്ണൻ എന്തായിരിക്കും ചെയ്യുക? ആദ്യമായി ഒരു വിഷയം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുമ്പോൾ ഗവൺമെൻറ് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോട് അഭിപ്രായം തേടണം. പ്രത്യേകിച്ച് ഇവിടെ മതപരമായിട്ടുള്ളൊരു കൺസേൺ ആണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോടൊക്കെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് എന്നാണ് മുന്നോട്ട് വെക്കാനുള്ളത്. ഒരു വ്യായാമ മുറ നടപ്പാക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും മതസംഘടനകളോടല്ല ചർച്ച നടത്തേണ്ടത്. നിങ്ങൾ ഈ പറയുന്ന മണ്ടത്തരം പറയുന്ന അത് പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകളോടല്ല തീർച്ചയായിട്ടും ഒരു തരത്തിലുമുള്ള ചർച്ചകൾ ഈ വിഷയത്തിൽ നടത്തേണ്ടത്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റായി പോയി. നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാ സ്കൂളുകളിലും നടപ്പാക്കുന്നതിന് വേണ്ടിയാണ്. സൂംബ ഡാൻസ് ആണ് ഈ പദ്ധതി. ക്യാമ്പസുകളെ ലഹരി മുക്തമാക്കി കളയാം, സ്കൂൾ കുട്ടികളെങ്കിലും നന്നായി കളയാം എന്നാണ് ശിവൻകുട്ടി സഖാവ് വിചാരിച്ചത്. അത് മുഖ്യമന്ത്രി അംഗീകരിച്ചു. നടപ്പാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ചില തലക്കെട്ടുകാർക്ക് ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് മനസ്സിലായത്. കാരണം സുംബയെ പറ്റി ഇവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. കോലുകളിയോ ദഫുമുട്ടോ അറബന മുട്ടോ ഒപ്പനയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അതൊക്കെ ഇസ്ലാമികമായിട്ടുള്ള കലകളാണ്. പക്ഷേ തലക്കെട്ടുകാർ നോക്കിയപ്പോൾ ഈ സുംബ എന്നത് അവർക്കറിയില്ല. ഇതിനെപ്പറ്റി കിതാബിലും പറഞ്ഞിട്ടില്ല, നേരത്തെ പോയ മുസ്ലിയാക്കന്മാരും പറഞ്ഞിട്ടില്ല. ആക്കല്ലേ, തൊഴിൽ രഹിതരെ ആക്കല്ലേ, ഇത് മനഃപൂർവ്വമാണ്. അപ്പോൾ ആകെ ബുദ്ധിമുട്ടായി. ഇവർ ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഈ ബ്രസീലിലെ സാമ്പ നൃത്തമാണ്. അതായത് ഈ സ്ത്രീകൾ അധികം വസ്ത്രവും ധരിക്കാതെ ശരീരം കുലുക്കി നടത്തുന്ന ഒരു ഡാൻസാണ് സാമ്പ. ഇത് കണ്ടപ്പോൾ ഇതാണ് സുംബ എന്ന് പാവപ്പെട്ട മുസ്ലിയാക്കന്മാർ തെറ്റിദ്ധരിച്ചു. സുംബ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു രൂപമാണ്. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. ഉടനെ തന്നെ അവരതിനെ എതിർത്തു. അല്പവസ്ത്രം ധരിച്ച് അന്യ പുരുഷന്മാരുടെ കൂടെ ആടിപ്പാടാനായിട്ട് നമ്മുടെ വീട്ടിലെ കുട്ടികളെ സമ്മതിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതത്തിനും എതിരല്ലാത്ത ഈ ഒരു നിർദ്ദേശത്തിനെ നടപ്പാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു. പൂർണ്ണമായും സ്വാഗതാർഹമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഈ ഘട്ടത്തിലാണ് പല ആൾക്കാരും പല തരത്തിലുള്ള അഭിപ്രായങ്ങളും മുട്ടാപ്പോക്ക് ന്യായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയെ എതിർക്കാനായിട്ട് വന്നിരിക്കുന്നത്. കുറെ നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട്. ഒരു മണ്ടൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആൾക്കാർ എന്തുകൊണ്ട് കഥകളി കളിച്ചുകൊണ്ട് അവരുടെ ജോലിയിലേക്ക് പോകുന്നില്ല എന്നാണ്. ഇതിന് ശാസ്ത്രീയതയുണ്ട്, ഇതിൽ കലയുണ്ട്, ഇതിൽ വ്യായാമ മുറയുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? ഇപ്പോൾ ഗോപികൃഷ്ണൻ, ബഹുമാന്യനായ ഗോപികൃഷ്ണനോട് താങ്കളുടെ ചാനലിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊരു കഥകളി കളിച്ച് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഒരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഗോപികൃഷ്ണൻ എന്തായിരിക്കും ചെയ്യുക? ആദ്യമായി എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നേരെ അത് കേട്ട് അതുപോലെ തന്നെ ശരി കഥകളി കളിച്ച് കളയാം എന്ന് വിചാരിക്കുകയാണോ ചെയ്യുക? അതല്ല, അത് എന്തിനാണ് എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് മറുപടി പറയാണ്, ഇപ്പോൾ സാലറിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാന്യനായ ഗോപികൃഷ്ണൻ തിരിച്ചു ചോദിക്കുക, അതെങ്ങനെയാണ് സാലറി പ്രശ്നം എങ്ങനെയാണ് കഥകളി കളിച്ചാൽ മാറുക എന്നൊരു ചോദ്യം ചോദിക്കൂലേ? ഇതേ ചോദ്യം തന്നെയാണ് ഞങ്ങളും ചോദിച്ചിട്ടുള്ളത്. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അയ്യോ സർ, ഞാൻ അഭിനയിക്കുന്നുവല്ല സർ, തീർച്ചയായിട്ടും അല്ല. കഥകളി എന്താണ് എന്നും അത് പൂർണ്ണമായിട്ടുള്ള ഒരു നൃത്ത രൂപമാണ് എന്നും അതൊരിക്കലും ഒരു വ്യായാമ മുറയല്ല എന്നുമൊക്കെ അറിയാത്ത മണ്ടന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു മിനിറ്റ്. ലോകത്തെ എല്ലായിടത്തും ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനും തൊഴിലിലെ പുതിയ ശൈലികൾ വന്നതിൻ്റെ ഭാഗമായിട്ടും മനുഷ്യനുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ ജിമ്മുകളുണ്ട്, യോഗാ മുറകളുണ്ട്, വ്യായാമ മുറകളുണ്ട്, പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കുട്ടികൾക്ക് തൊട്ടടുത്ത് ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ അവർക്ക് അതിനോട് ചേർന്ന് ആ കിഡ്സിനെ അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ലോകത്ത് പലതരത്തിലുള്ള ജോലികൾക്ക് പല സ്വഭാവത്തിലേക്ക് നമ്മുടെ ജീവിതശൈലികൾ മാറുമ്പോൾ അതിനെ മറികടക്കാൻ ശാസ്ത്രീയമായതും സ്വീകരിക്കപ്പെട്ടതും പിന്തുടരുന്നതുമായ മാർഗങ്ങളുണ്ട്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടന്മാരെയൊക്കെ തന്നെ നമ്മൾ അവഗണിക്കേണ്ടതാണ് എന്നുള്ളത് ഒരു ഭാഗം. ഇതിനോടൊപ്പം തന്നെ ഈ മണ്ടന്മാർ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്.
ഇത് വേറൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിലുള്ള സാംസ്കാരികമായിട്ടുള്ള എലമെൻറ്റുകളെ സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ്. എന്നാൽ എന്ത് തരത്തിലുള്ള സാംസ്കാരിക എലമെൻ്റാണ് ഇതിൽ ദോഷമായിട്ടുള്ളത്, എന്ത് തരത്തിലുള്ള ഒരു സംസ്കാരത്തിനെ നമ്മുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് പോലെ, ഇനി അഥവാ അതാണ് അവരുടെ ഭയമെങ്കിൽ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഈ മണ്ടന്മാർക്കൊന്നും തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? അപ്പോൾ ഒരു വ്യായാമ മുറയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാനസികോല്ലാസത്തിനെ ലഹരിയിൽ നിന്ന് കിട്ടുന്ന മാനസികോല്ലാസവുമായി തുലനം ചെയ്ത് പറയണമെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് കാര്യമായിട്ടുള്ള എന്തോ കുഴപ്പമുണ്ട് എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അത് ശരിയാ. എന്തായാലും ഇതിൽ ഈ കൂട്ടർ പറയുന്നത് ചർച്ചകൾ നടത്തണമെന്നാണ്. ഒരു വിഷയം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുമ്പോൾ ഗവൺമെൻറ് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോട് അഭിപ്രായം തേടണം. പ്രത്യേകിച്ച് ഇവിടെ മതപരമായിട്ടുള്ളൊരു കൺസേൺ ആണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോടൊക്കെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് എന്നാണ് മുന്നോട്ട് വെക്കാനുള്ളത്. ഇനി കൂടുതൽ ചർച്ച വേണമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ കാറ്റഗറിയിലുള്ള ആൾക്കാരോടാണ് ചർച്ചകൾ നടത്തേണ്ടത്. അതല്ലാതെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഒരു വ്യായാമ മുറ നടപ്പാക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും മതസംഘടനകളോടല്ല ചർച്ച നടത്തേണ്ടത്. നിങ്ങൾ ഈ പറയുന്ന മണ്ടത്തരം പറയുന്ന അത് പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകളോടല്ല തീർച്ചയായിട്ടും ഒരു തരത്തിലുമുള്ള ചർച്ചകൾ ഈ വിഷയത്തിൽ നടത്തേണ്ടത്. അതുകൊണ്ട് ചർച്ച നടന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങളോട് ചർച്ച നടത്തണം എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ആന മണ്ടത്തരവുമാണ്. അപ്പോൾ ഇവിടെ സൂംബ ഡാൻസ് നാളെ മുതൽ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കുമെന്ന് പറയുന്നു. അപ്പോൾ അതിനോട് യോജിക്കാത്ത ആളുകളുണ്ടാകാം. എൻ്റെ കുട്ടി അത്തരത്തിലുള്ള ഒരു വ്യായാമ മുറ പരിശീലിക്കേണ്ട എന്ന് ഒരു രക്ഷിതാവ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ അവർ ഈ പറയുന്ന രൂപത്തിൽ ഇടകലരിൽ വിഷയം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വസ്ത്രധാരണത്തിൻ്റെ വിഷയമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. യൂണിഫോം ആണല്ലോ സ്കൂളുകളിലൊക്കെ, അപ്പം അത്തരത്തിലുള്ള വിഷയം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ എന്താണെങ്കിലും അങ്ങനെ ഒരു പാരൻസ് കൺസേൺ അറിയിക്കുന്നുണ്ട് എങ്കിൽ അതിനെ പരിശോധിക്കാൻ. അതുകൊണ്ട് തന്നെ മതരാജ്യമല്ല നമ്മുടേത് കൃത്യമായിട്ടുള്ള ഒരു ജനാധിപത്യ സമ്പ്രദായമാണ്. ആ സമ്പ്രദായത്തിനുള്ളിൽ വ്യായാമമാവാം, നൃത്തമാകാം, സംഗീതമാകാം. അത് നടപ്പാക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ ആൾക്കാർക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് സംഗീതം ഇഷ്ടമാണോ, നിങ്ങൾക്ക് നൃത്തം ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ, നിങ്ങൾക്ക് വ്യായാമം തടസ്സമാണോ, ഈ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ടുന്ന ഒരാവശ്യവുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും മതപാഠശാലയിലായിരിക്കണം. അല്ലാതെ സെക്യുലറായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ വിദ്യാലയത്തിൽ ഒരു കാലത്തും ഈ കാര്യത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. അത് നടപ്പാക്കുക തന്നെയാണ് വേണ്ടത്, ഇപ്പോൾ നടപ്പാക്കുന്ന അതേ മാർഗത്തിൽ. ഈ രണ്ടു കൂട്ടരും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കഥകളി ചെയ്തു പോകുന്നതിനെ പറ്റി പറയുന്ന ആനമണ്ടനും അതേപോലെ തന്നെ ഇതിൽ ചർച്ചയാകാം എന്നൊക്കെ പറയുന്ന പല സംഘടനകളും ഒക്കെ പറയാതെ ഇരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഈ മതസംഘടനകളുടെ ഭാഗമായിട്ടുള്ള കുറേയധികം ആൾക്കാർ അല്ലാതെ തന്നെ വിളമ്പുന്നുണ്ട്. ഇത് ആണും പെണ്ണും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നേരത്തെ ജനറൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജനറൽ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നതുപോലെ ഒരുമിച്ച് ആടിപ്പാടിയുള്ളൊരു പ്രക്രിയ നമ്മുടെ യുവസമൂഹത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. പ്രായോഗികമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ആണും പെണ്ണും ഇറുകിയ വസ്ത്രമിട്ട് അല്പവസ്ത്രധാരികളായി ഒന്നിച്ച് ഇടകലർന്ന് ആഭാസ നൃത്തം ചവിട്ടുന്നു എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പറയുന്ന മണ്ടന്മാരെ മുഖ്യധാരാ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനം. 100% ഞാൻ യോജിക്കുന്നു. ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂംബ ഡാൻസ് എന്ന് പറയുന്നത് ഒരു ആഭാസ നൃത്തമാണ് എന്നാണ്. എങ്ങനെയാണ് സംഗീതത്തിനെയും നൃത്തത്തിനെയും വ്യായാമത്തിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് ലോകം മുഴുവൻ പ്രചാരത്തിലുള്ള വലിയ സ്വീകാര്യതയുള്ള ഒരു വ്യായാമ മുറയ്ക്ക് ആഭാസത്തരം എന്നൊക്കെ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് അല്പവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് എന്നാണ്. നോക്കൂ, സാധാരണഗതിയിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർക്ക് സ്കൂൾ യൂണിഫോം ഉണ്ട്. ആ സ്കൂൾ യൂണിഫോമിലായിരിക്കാം ഒരുപക്ഷെ അവർ വ്യായാമം ചെയ്യുന്നത്. അതല്ല എങ്കിൽ നമ്മൾ സാധാരണ വ്യായാമത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളുണ്ട്. ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും അവിടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡ്രസ് കോഡ് വേണമെന്നുണ്ട് എങ്കിൽ അത് നിർദ്ദേശിക്കാനുള്ള പൂർണ്ണമായ അധികാരം സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഉണ്ട് എന്ന് ഈ മണ്ടന്മാരൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ? കാരണം ഇവരുടെ ആശയങ്ങൾ അങ്ങേയറ്റം വിമർശനാത്മകമാണ്, അങ്ങേയറ്റം പുരോഗമനത്തെ എതിർക്കുന്നതാണ്, അങ്ങേയറ്റം ഈ പ്രാകൃത അപരിഷ്കൃത മധ്യകാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സൂംബ എന്ന ഡാൻസ് പ്രോഗ്രാമിനെ പൂർണ്ണമായും നമ്മൾ പിന്തുണയ്ക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളെ അതിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കേണ്ടതാണ്. അത് നല്ലൊരു ഭാവി ആ കുട്ടികൾക്കുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.
കാരണം മാനസികോല്ലാസം വർദ്ധിക്കുന്നു, ശാരീരികമായി അവർ കൂടുതൽ ഫിറ്റായി മാറുന്നു, ആൾക്കാർക്ക് ഒന്നിച്ചു ചേർന്ന് ഇടകലർന്ന് പ്രവർത്തിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു, വളരെ ലൈറ്റായിട്ടുള്ള മൊമെൻറ്റ്സ് അവിടെ ബിൽഡ് ചെയ്യുന്നതിന് സാധിക്കുന്നു. അങ്ങനെ ആരോഗ്യമുള്ള ഒരു ശരീരവും അതിൽ ആരോഗ്യമുള്ള ഒരു മനസ്സും നല്ല രീതിയിലത്തേക്കുള്ള ചിന്താഗതികളും അവർക്കുണ്ടാകാനും ഉപകാരപ്പെടുന്നു. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.